ഇന്നത്തെ പുതിയ യാത്രാവിശേഷങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് പുറത്ത് മോട്ടോർ വാഹന നിയമം എല്ലാം നിയമവിരുദ്ധമായി കാണാറാണ് പതിവ്. 3+1 ആയി സഞ്ചരിക്കേണ്ട ഓട്ടോറിക്ഷയിൽ 14ഉം 15ഉം പേരാണുള്ളത്. അതിൽ കൂടുതലും കാണാറുണ്ട് യൂണിഫോമോട് കൂടിയ 2 വീലറിൽ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന പോലീസുകാരൻ. കോളേജിൽ പോകുന്ന യുവതലമുറ അവരും ഹെൽമെറ്റ് ഇല്ലാതെയാണ് പോകുന്നത്. അവരെയെങ്കിലും നിയമം അനുസരിപ്പിച്ചാൽ ഇനിയുള്ള തലമുറകൾ നിയമം അനുസരിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ തയ്യാറാകും. അവർക്കതിലൊന്നുമല്ല താല്പര്യം. കണ്ടില്ലേ, അവർ കേരള വണ്ടി നോക്കി നിൽക്കുകയാണ്. അവർക്ക് വേണ്ടത് എൻട്രി മാത്രം. മോട്ടോർ വാഹന നിയമം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു കുടക്കീഴിൽ ആക്കി തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാണുന്നത് ടോൾ കൊടുത്ത റോഡാണ്. ഈ പണി തീർന്ന റോഡ് ഇവിടെ പൊട്ടി വീണ് കിടക്കുന്നു. ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. കേരള വണ്ടി എൻട്രി വാങ്ങി അടുത്ത എൻ്റെ വണ്ടിക്ക് കൈ കാണിക്കുന്നു. ടോൾ ബൂത്തിൽ ബാത്റൂമിൽ പോകാൻ സൈഡാക്കി നിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറയുന്ന വഴിയോര കച്ചവടക്കാർ. ഇതൊക്കെ കഴിഞ്ഞ് നാടുകാണി ചുരം ഇറങ്ങി തുടങ്ങി. ഇവിടുത്തെ തണുപ്പും ഈ പ്രകൃതി ഭംഗിയും മനസ്സിനെ തണുപ്പിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട എല്ലാ ദുരനുഭവങ്ങളും വിഷമതകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ പ്രകൃതി സൗന്ദര്യത്തിൽ മറക്കും. ഈ പാറ നിൽക്കുന്ന സ്ഥലം വീതി കൂട്ടിയിട്ടില്ല. മറ്റു പല ഭാഗങ്ങളിൽ വീതി കൂട്ടി പണിതിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ ആന്തൂർ സഞ്ചാരിയുടെ യാത്രാവിശേഷവുമായി വീണ്ടും വരും.